നിയന്ത്രണങ്ങൾ മറികടന്ന് സംഭലിൽ എത്താനുള്ള രാഹുലിന്റെ നീക്കം തടഞ്ഞ യു.പി. പോലീസ്. ദില്ലിയിൽ നിന്ന് യാത്ര തുടങ്ങിയ രാഹുലിനെയും കൂട്ടരെയും ഗാസിപൂർ അതിർത്തിയിൽ പോലീസ് തടയുകയായിരുന്നു. യു.പി. പോലീസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വന്നതോടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹിക്ക് മടങ്ങി. സംഘർഷം നടന്ന സാമ്പലിൽ വിഷയം വ്യാപിക്കാതിരിക്കാൻ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച മേഖലയിലേക്ക് പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ല. ഡിസംബർ 10 വരെയാണ് ജില്ലാ മജിസ്ട്രേറ്റ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഉത്തരവെല്ലാം മറികടന്ന് സാമ്പലിൽ പോകാനായിരുന്നു രാഹുലിന്റെ ശ്രമം. ഡൽഹിയിൽ നിന്നും യാത്ര പുറപ്പെട്ട രാഹുലിനെ ഗാസിപൂർ അതിർത്തിയിൽ വെച്ച് യു.പി. പോലീസ് തടഞ്ഞു. വയനാട് എം.പി. പ്രിയങ്ക വാദ്രയും കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും യു.പി. പി.സി.സി. അധ്യക്ഷൻ അജയ് റായിയും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. ബാരിക്കേഡ് നിരത്തിയും ബസ് കുറുകെയിട്ടുമാണ് പോലീസ് കോൺഗ്രസ് നേതാക്കളെ തടഞ്ഞത്. राहुल जी नेता प्रतिपक्ष है, उनके संवैधानिक अधिकार होते हैं, वो बाकी लोगों से अलग होते हैं, उनको रोका नहीं जा सकता। इस तरह से उनका संवैधानिक पद है, संवैधानिक अधिकार है कि उनको अलाउ किया जाए कि वो पीड़ितों से मिलने जाए। उन्होंने ये भी कहा कि मैं अकेला चले जाऊंगा, यूपी की पुलिस के साथ मैं अकेला चले जाऊंगा, मुझे अकेला ले जाइए। वो भी करने के लिए तैयार नहीं है। पुलिस वालों के पास कोई जवाब नहीं है। शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते। 1.5 മണിക്കൂർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചെങ്കിലും യു.പി. പോലീസ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ഇതോടെ ഭരണഘടന ഉയർത്തി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രാഹുലും സംഘവും ഡൽഹിയിലേക്ക് തന്നെ മടങ്ങി. ജനം, ഡൽഹി.